ഹായ് മക്കളെ, വെൽക്കം ടു G-Pod ക്ലാസ് 8. ഇറ്റ്സ് മീ നാഫി. സോ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളുടെയും ചാപ്റ്റേഴ്സ് സ്കൂളിൽ ഏകദേശം എടുത്തു തീർന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ ഫസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം. സോഷ്യൽ സയൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റിലും ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, മാർച്ചിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാം നടക്കാൻ പോവാണ്. ആ ആനുവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. ആ സോഷ്യൽ സയൻസിൽ എങ്ങനെയാണ് A+ നേടാൻ പറ്റുക, A+ നേടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു G-Pod ക്ലാസ് 8. ഇറ്റ്സ് മീ നാഫി. സോ ഈ ഒരു വീഡിയോ പരമാവധി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം ഒന്ന് വേഗം കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, മൊത്തം 14 ചാപ്റ്റേഴ്സാണ് നമുക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ളത്. ആ 14 ചാപ്റ്റേഴ്സ് നിന്നാണ് 40 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, സാറേ ഈ ആദ്യത്തെ 10 ചാപ്റ്റേഴ്സ് അങ്ങനെ ക്രിസ്മസിനും ഓണത്തിനുമായിട്ട് പഠിച്ചല്ലോ, അതിനി ആനുവൽ എക്സാമിന് ചോദിക്കുമെന്ന് ചോദിക്കട്ടോ. നിങ്ങൾ ഒന്നാമത്തെ പാഠം റിവർ വാലി സിവിലൈസേഷൻ ആയാലും, മൂന്നാമത്തെ പാഠം ഇന്നർ പാർട്ട് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഭൗമരഹസ്യങ്ങൾ തേടി എന്നുള്ള ചാപ്റ്റർ ആണെങ്കിലും, 10ാമത്തെ പാഠം ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് അഥവാ ഭൂമിയുടെ പുതപ്പ് എന്നുള്ള പാഠമാണെങ്കിലും, എല്ലാ പാഠങ്ങളും നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പേമാരി പെയ്ത് ഇറങ്ങിയപ്പോൾ ആസ് ദ ടെറൻഷ്യൽ ട്രെയിൻസ് എന്ന് പറഞ്ഞൊരു പാഠമല്ലേ, പേമാരി പെയ്തിറങ്ങിയപ്പോൾ എന്നുള്ള പാഠം, ആ പാഠത്തു നിന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവസാനത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ വയ്ക്കും. അപ്പോൾ 14 ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ 14 ചാപ്റ്റേഴ്സിൻ്റെയും PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, സാർ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ കിട്ടുക? അതിനാണ് G-Podന്റെ ബൂസ്റ്റർ ബാച്ച്. 8ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൂസ്റ്റർ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ല. നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ A+ ഉറപ്പാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ മാർക്കിന് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക 11, 12, 13, 14 ഈ 4 ചാപ്റ്റേഴ്സിനാണ്. ഈ 4 ചാപ്റ്റേഴ്സിന് ഏകദേശം 20 മാർക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. 11, 12, 13, 14 ഈ 4 ചാപ്റ്റേഴ്സിന് ഏകദേശം 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ബാക്കി ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നാണ് ബാക്കി 20 മാർക്കിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പോർഷൻസ് എന്നാണ്. പക്ഷെ അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റാക്കി വെക്കണം. ചാപ്റ്ററൊക്കെ സെറ്റല്ലേ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം PYക്ക് നന്നായിട്ട് റെഫർ ചെയ്തിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇന്ന സമയത്ത് പഠിക്കാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺവിൻസിങ് ആണ്. നിങ്ങൾക്ക് ചില സമയത്ത് രാവിലെ ആയിരിക്കും പഠിക്കാൻ സുഖം, ചിലപ്പോൾ രാത്രി ആയിരിക്കും പഠിക്കാൻ സുഖം. നിങ്ങൾക്ക് ഏത് സമയമാണോ പഠിക്കാൻ പറ്റുന്ന സമയം, ആ സമയത്ത് സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാൽ മാത്രമേ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് തലയിൽ കയറുള്ളൂ. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എഴുതി പഠിക്കുക. എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ സയൻസ് പഠിക്കാൻ പറ്റും. സോ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ ഡൗട്ടൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ G-Podന്റെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണ് nafi.G-Pod കേട്ടോ. ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. G-Podലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ID ആണ്. ഇതിൽ G-Podലെ കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻ ബാക്കി കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ nafi.G-Pod എന്ന ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആ പഠിക്കുന്ന ചാപ്റ്ററിന് PYQ വളരെ ഇമ്പോർട്ടൻ്റ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യന് നന്നായിട്ട് റെഫർ ചെയ്ത് വെക്കണം. സോ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാർ യൂട്യൂബിൽ ലൈവ് ഉണ്ട്. ആ ലൈവിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയാണ് ലൈവ് വരുന്നത്. അതായത് ഡേറ്റ് എന്നാ വരിക, ഡേറ്റ് നോക്കാം, ഫോൺ എടുക്കണം മക്കളെ. എന്നാണ് ഡേറ്റ്? യെസ്, അതായത് ജനുവരി 20 തിങ്കളാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് എന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ ലൈവ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് സെറ്റാക്കി. അന്ന് കൃത്യത്തിൽ അന്ന് നമ്മൾ ഓരോ വിഷയത്തിലും എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തരും കേട്ടോ. സോ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ സോഷ്യൽ സയൻസിൽ A+ ഉറപ്പിക്കാൻ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും A+ ഉറപ്പിക്കാൻ നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. ബൂസ്റ്റർ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ നമ്മൾ ബൂസ്റ്റർ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോ, സെറ്റാക്കിക്കുക.